ഇതൊരു വെറൈറ്റി കുക്കറി ഷോ ആണ്. ബാക്കി കുക്കറി ഷോകളെ വെച്ച് നിങ്ങൾ ഇത് താരതമ്യം ചെയ്യരുത്. നീ കണ്ണിക്കൊണ്ടോ എന്റെ പൊന്നെ വല്ല പറ്റിയോ? പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തുളി പാത്തുമ്മാവളുടെ. ആഹാ നല്ല ചൂടോടെ സത്യം പറ. വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് നമ്മുടെ ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഫസ്റ്റ് വീഡിയോ, എന്റെ കുക്കിംഗ് വീഡിയോ നമ്മുടെ ബീഫ് റോസ്റ്റ് ആയിരുന്നു. അന്ന് കുട്ടാപ്പി ആയിരുന്നു സ്റ്റാർ. ഓർമ്മയില്ലേ? ഇതേ കൂടെ ഒരു കുഞ്ഞു കുട്ടാപ്പി ഇങ്ങനെ പോണതൊക്കെ. ഇന്ന് ആ കുട്ടാപ്പി പടർന്ന് പന്തലിച്ച് 2ാം ക്ലാസ്സിലായി. പകരം ഇതാ ആ കുഞ്ഞു കുട്ടാപ്പിക്ക് പകരമായിട്ട് വന്നിരിക്കുന്നു ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ കുട്ടിമണി. ഞാൻ കുട്ടിമണിനെ എന്ത് വിളിക്കുന്ന? കുട്ടിമണിക്ക് ഇഷ്ടം വേറെ ഒത്തിരി പേര് നമ്മൾ വിസിബിളി എന്തൊക്കെ വിളിക്കും. ബാക്കി വേറെ പേര് ലൂള, ലൂള, പിന്നെ ബേബിച്ചി, മുന്തിരി, സുന്ദരി, ടുണ്ടിരി, ഫ്രൂട്ടി, ജ്യൂസി, ചബ്ബി, ചിക്കി എല്ലാം വിളിക്കും. അപ്പൊ ഇന്ന് ബാക്കി പിള്ളകളി വിശേഷങ്ങൾ ഇതൊക്കെ ആദ്യം തന്നെ തുടക്കത്തിൽ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വളരെ വളരെ സീരിയസ് ആകാൻ പോവാ കേട്ടോ. കറി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോ പിന്നെ നമ്മൾ അധികം സംസാരങ്ങളൊന്നുമില്ല. മമ്മ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇഷ്ടമാണോ? എന്തൊക്കെയാണ് നമ്മുടെ ബീഫ് റോസ്റ്റിന്റെ ബാക്കി ചോറിന്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് കഴിക്കുന്നത്? ഞാൻ കഴിക്കുന്നത് അതിന്റെ കൂടെ പുളിശ്ശേരി, പിന്നെ ചോറിന്റെ കൂടെ ബീഫ് റോസ്റ്റും, പിന്നെ സ്ഥിരം നമ്മൾ കഴിക്കുന്നത് എന്താ? പാവയ്ക്കത്തോരൻ, പിന്നെ ഒരു ചമ്മന്തി വരുമല്ലോ, പച്ചമാങ്ങ ചമ്മന്തി. അതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അച്ചാറില്ല. അപ്പോ മിക്ക ഞായറാഴ്ച എനിക്ക് ഞായറാഴ്ചയാണെങ്കിൽ അത് വേണം. അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഈ വീഡിയോ വീണ്ടും ഇടാനുള്ള കാരണം നമ്മുടെ ഇപ്പൊ 1 കോടി എന്നുള്ള പരിപാടി പോയപ്പോ ഞാൻ ഈ ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ഒന്ന് സീക്രട്ട് ആക്കി പറഞ്ഞു. അപ്പത്തേക്ക് തൊട്ട് എല്ലാവരും എന്നോട് വിത്ത് അളവില്, അതായത് കറക്റ്റ് മെഷർമെന്റില് റിമി ചേച്ചി ഞങ്ങൾക്ക് ആ ബീഫ് റോസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊട്ട് കാണുന്നവരെല്ലാരും ചോദിച്ചു തുടങ്ങി. ഇത് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള ഒരു കറി തന്നെയാണ്. കാരണം 4-5 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് വിത്ത് അളവിൽ പ്രോപ്പർ മെഷർമെന്റിൽ നമ്മൾ ഇതാ തുടങ്ങുകയാണ്. ദ വേൾഡ് ഫേമസ് റിമി ടോമീസ് റോസ്റ്റഡ് ബീഫ്. വേൾഡ് ഫേമസ് എന്നൊക്കെ ഇതൊരു വെറൈറ്റി കുക്കറി ഷോ ആണ്. ബാക്കി കുക്കറി ഷോകളെ വെച്ച് നിങ്ങൾ ഇത് താരതമ്യം ചെയ്യരുത്. ഇത് ചാറ്റ് വിത്ത് അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ കേട്ടോ. ശരി കുട്ടാപ്പി, നമുക്ക് തുടങ്ങാം. ഓക്കെ? കണ്ണിന് എന്ത് പറ്റി? എന്തോ പറ്റി ഉണ്ടോ? മുളക് പൊടിക്കകത്ത് കൈയിട്ട് കണ്ണിക്കൊണ്ടോ എന്റെ പൊന്നെ വല്ല പറ്റിയോ? ഇല്ല. എന്നെ സഹിച്ചൊക്കെ ഇരിക്കുന്നു അഭിനയിച്ചിട്ട്. കാരണം മുളക് പൊടി പൊറ്റിയിട്ടും സ്ക്രീനിൽ നിന്ന് മാറാണ്ടിരിക്കുന്ന എന്റെ കൊച്ചിനെ കണ്ടോ എന്ത് മിടിക്കുകയാണെന്ന്. പാവം. കണ്ണ് തുടയ്ക്കണോടാ? ഓക്കെ ആണോ? നായിക സൂപ്പർ സ്റ്റാർ ഓക്കെ ആണോ? നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം മുളക് പൊടി പോയെങ്കില്. പ്രശ്നമുണ്ടോടാ? കണ്ണ് കാണിച്ചേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാ കട്ട് ചെയ്തു. പരിപാടി തുടക്കത്തിന്നെ മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാവം. കുട്ടിമണി കണ്ണ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഇടുന്നത് കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഏതെങ്കിലും അത് നിങ്ങൾക്ക് ഇനി ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇനി വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഇടുന്നത് ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു അളവൊന്നുമില്ല. ഞാൻ ഈ കുക്കർ നിറയുന്ന രീതിയിൽ, നിറയുന്നല്ല, കുക്കറിന്റെ അടിയിൽ ഒന്ന് കവർ, കുക്കർ നിറയണമല്ല, കുക്കറിന്റെ അടിയിൽ കവർ ആവുന്ന രീതിയിൽ ആ ബേസ് നമ്മൾ എണ്ണ കൊണ്ടൊന്ന് കവർ ചെയ്യണം. അതിനുശേഷം ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അല്ല, ഇതാണ് മീന്. പറ, ഇതെന്താണിത്? പിന്നെന്താണ്? നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആരാണ്? ബീഫ് അല്ലേ? അപ്പൊ 1 കിലോ ബീഫ് നമ്മൾ കുക്കറിലോട്ട് എടുക്കും. വാവ്. ഇനി ഈ കാര്യങ്ങൾ പടയെന്നൊന്ന് ചെയ്തു വെച്ചാൽ ഇതൊരു സൈഡിലോ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേറൊരു സൈഡിലാവാം. അപ്പൊ ബീഫ് ഇട്ടു, എണ്ണ ഒഴിച്ചു, ബീഫ് ഇട്ടു. ഇനി നമ്മൾ
ഞാൻ ആ പരിപാടി പറഞ്ഞ പോലെ തന്നെ 25 ഉള്ളി, നല്ല ചുണ്ടിരി ഉള്ളി ഉണ്ടോ, നല്ല രസമില്ലേ കാണാൻ തന്നെ. പിന്നെ 2 പച്ചമുളകും 1 തക്കാളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും 1 തക്കാളിയും ഇട്ടു. എന്ത് രസം അത് കിടക്കുന്നതന്നെ കാണുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് കിടക്കും അല്ലേ. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി എന്നല്ല, കറിക്ക് ഒരു പ്രത്യേക മണവും ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില കറി ലീവ്സ് ഇട്ടു. ഈ മസാലക്കൂട്ട് പടപടയെന്ന് ഇടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 2.5 ഇനി 3 ഇട്ടാലും കുഴപ്പമില്ല, എരിവ് നിങ്ങളുടെ ആവശ്യത്തിന്. ഒരു 2.25 ടീസ്പൂൺ എന്താണ് മുളക് പൊടി ഇടുവാണ്. 2.25 നിങ്ങളുടെ ഇഷ്ടത്തിന് 2.5 ഇടാം, അല്ലെങ്കിൽ 3 ഇടാം. അത് എരിവ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഞാൻ 2 ടീസ്പൂൺ ഗരം മസാല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗരം മസാല. 2 ടീസ്പൂൺ ഗരം മസാല. അളവ് എപ്പോഴും എടുക്കുമ്പോൾ ടീസ്പൂണിൽ അളവ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാൻ മറക്കണ്ടില്ല. കാരണം ഇത് നിറഞ്ഞു പോയാൽ ആ 1 ടീസ്പൂൺ എന്നുള്ളത് ചിലപ്പോൾ 1.25 ടീസ്പൂണിലോട്ടൊക്കെ പോകും. അപ്പോൾ മൊത്തം മെഷർമെന്റ്സിനെ ബാധിക്കും. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഒത്തിരി എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടു. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. മുളക് പൊടി കുറച്ചുകൂടെ കണ്ടേനെ, പക്ഷെ പകുതി ബേബിയുടെ കണ്ണിലോട്ട് പോയി, അതുകൊണ്ട് മുളക് പൊടി ഇപ്പൊ ഇത്തിരി കുറഞ്ഞു. എന്നെ വല്ലവരും പറഞ്ഞ മുളക് പൊടി എടുത്തിടാൻ? അത് ഇത്രയും പൊടി ഉണ്ടായിട്ട് വേറെ ഏത് പൊടി ഇട്ടാലും ഇത്രയും ഹാംഫുൾ ആവില്ലായിരുന്നു. മുളക് പൊടി ചുണ്ടിരി സ്റ്റാർ എങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ. ഇനി നമ്മൾ ബേബി ഹാപ്പി ആയിട്ടിരിക്കേ, സ്റ്റൈലായിട്ട് ഇരിക്കേ. ഇങ്ങനെയൊന്നും നല്ല വർത്താനം പറയണമായിരുന്നു. ബേബി കം ഓൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ഇടുക, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പോ ഇതിന്റെ ഒരു 3 അല്ലെങ്കിൽ 4, ഞാനൊരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. 2 ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടു കേട്ടോ. അപ്പോൾ അതുമായി. പിന്നെ നമുക്കിനി അടുത്തത് അളവില്ലാത്ത ഒരു കാര്യം എനിക്ക് ആകെ മൊത്തം ഉള്ളത് നമ്മുടെ ഉപ്പ. അതിനെനിക്ക് അളവൊന്നുമില്ല, അതെൻ്റെ ഒരു കൈയളവ് അനുസരിച്ച് ഞാൻ അങ്ങിടും. ഇത് ഓൾമോസ്റ്റ് ഇന്നേ വരെ കൂടിയിട്ടില്ല, ദൈവം സഹായിച്ച്. ഉപ്പ് കൈയളവ് ഇടുമ്പോഴത്തേക്കും പലർക്കും കൂടുകയും കുറയുകയും ചെയ്യും, പക്ഷെ എനിക്കിത് കറക്റ്റായിട്ട് വന്നു. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് നന്നായിട്ട് വേവിക്കണമെങ്കിൽ അത്രയും വിസിൽ വെക്കുക. നമ്മുടെ ബീഫ് നന്നായിട്ട് തിരുമ്മി വെച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക, കാരണം അല്ലെങ്കിൽ തവി വയ്ക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ചില ബീഫിൽ പിടിക്കാണ്ട് വരും. അപ്പോൾ കുക്കർ നമ്മൾ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേവൽ വേണോ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ വിസിൽ അടുപ്പിക്കുക കേട്ടോ. 8ഓ 10ഓ ഞങ്ങൾ ചിലപ്പോൾ 12 വരെയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായത് അവർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഒരു സൈഡിൽ കുക്കറിൽ ബീഫ് വേകുന്നു, മറ്റേ സൈഡിൽ സവോള നമ്മൾ വഴറ്റുന്നു. കമോൺ. സ്റ്റൗവില് പാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂടാവേണ്ട താമസം. ഇപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ബേബി അവിടെ തട്ടി വീണായിരുന്നു ഒരു കേബിളിന്ന്. അതെ, ബേബി ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നേരത്തെ മുളക് കൂടി ഇപ്പൊ കുറച്ചു മുമ്പ് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി വീണ്. അതെ അതെ. അപ്പൊ ലേഡി സൂപ്പർ സ്റ്റാറിന് ശരിക്കും ഇത്തിരി പരിക്കിടെയാണ്. അതെ, വീണ്ടും കുട്ടാപ്പി സജീവമായിട്ട് വന്നു. നമ്മുടെ ഇത് ചൂടാവുന്നുണ്ട്. അന്നേരത്തേക്ക് ഞാൻ എൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കാൻ പോവാം. ഒരു 4 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന്. 3 ടേബിൾ സ്പൂണോ? സത്യം പറഞ്ഞ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ, അത് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കുമ്പോൾ അതിലുപരി എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടാകുക, കടുക് പൊട്ടിക്കുക, ഇഞ്ചി വെളുത്തുള്ളി ഇടുക, സവോള വഴറ്റുക, കറിവേപ്പില ഇടുക, വെളിച്ചെണ്ണയുടെ മണം വരിക, ഇതൊക്കെ ഇത് എൻജോയ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. ആ കറി നല്ല രസമായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് നല്ല രസമാണ്. അതിൻ്റെ ഒരു മണവും. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ 4 സവോള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സവോള. 3, 2, 1 go.
എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൽ വിടാം. കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് ആ കറിവേപ്പില. ആ സവോളയുടെ കൂടെ ആ വെളിച്ചെണ്ണയിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു സ്മെല്ലും. പിന്നെ സവോള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ ലൈറ്റായിട്ട് കുറച്ച് ഉപ്പ്, പൊടി ഉപ്പ്, കാരണം ചിലപ്പോൾ മറ്റേതിൽ ഉപ്പ് ചിലപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് ആ ഉപ്പ് നോക്കിയിട്ട് ഇടുന്നതാണ്. ഇതാ ഉപ്പിട്ട് കൊടുത്താൽ സവോള നന്നായിട്ട് കുറച്ച് വേഗത്തിൽ വഴറ്റാൻ പറ്റും. കുറച്ച് ഇഞ്ചി വെളുത്തി പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ അത്രയും നല്ലതാണ്. തേങ്ങാക്കൊത്ത് പ്രത്യേകിച്ച് ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കൊഞ്ച് റോസ്റ്റിൻ്റെ കൂടെ ഒക്കെ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ അതിൻ്റെ ഒരു രുചി അങ്ങ് മാറും. അത് നല്ല ഫ്രൈ ചെയ്ത തേങ്ങാക്കൊത്താണെങ്കിൽ അതിൻ്റെ കൂടെ കറിയിലൂടെ വരുമ്പോഴത്തേക്കും ബീഫ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങാക്കൊത്ത് കഴിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിടുന്നത് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുക, നമ്മുടെ സമയം ലാഭിക്കാൻ. എനിക്ക് തേങ്ങാക്കൊത്ത് കാണാൻ അത്ര പറ്റുന്നില്ല. ഓ സവോള ഇങ്ങനെ കണ്ട എന്ത് രസമാണ്, എണ്ണയിൽ കുളിച്ച് പതുക്കെ വഴണ്ട് വരുന്നൊരു രസമുണ്ടാ. ഇവിടെയാണ് നമ്മൾ കറി കുറച്ച് നമുക്ക് ക്ഷമ വേണ്ടത്. കാരണം ഇത് വേണേ സവോള നല്ല തീ കൂട്ടിയിട്ട് 10 മിനിറ്റിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, വഴറ്റിയെടുക്കാം. പക്ഷെ കുറച്ച് ക്ഷമ കാണിച്ച് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റോളം നല്ല കറുത്ത കളർ ഗോൾഡൻ കളർ ആകുന്നോടം വരെ നിങ്ങൾ വഴറ്റിയാൽ അത് ബീഫ് റോസ്റ്റ് വേറൊരു തലത്തിലോട്ടെത്തും. നല്ല കറുത്ത കളറിലിരിക്കും. 2 ദിവസം ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റ് അല്ലേ, ആ ലെവലിൽ പോകും. അപ്പോൾ സമയമില്ലാത്തവർ പെട്ടെന്ന് വഴറ്റിയെടുക്കുക. സമയമുള്ളവർ 20-25 മിനിറ്റ് വെച്ച് സവോള നന്നായിട്ട് നല്ല കറുകറാന്നാകുന്നോടം വരെ വഴറ്റുക. ഈ തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഫസ്റ്റ് ബീഫ് കറിയിൽ ഇല്ല. അതുകൊണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നവർ ഇത് പറ്റുമെങ്കിൽ നോക്കുക. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ തന്നെ ഒരു ചെറിയ ബ്രൗൺ കളറിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിർത്തരുത്, ഇനിയും ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് ആവാനുണ്ട്. നമ്മുടെ സവോള ഏകദേശം നോക്കിയേ, ഏകദേശം ഒരു നല്ല ഗോൾഡൻ കളറിലോട്ട് ഇതായി വരുവാണ്. പക്ഷേ കുറച്ചുകൂടെ ആക്കിക്കോ. ഇച്ചിരി ഒരു ലേശം കരിഞ്ഞ് ഇതിലോട്ട് വന്നാലും, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഓർത്ത് അയ്യോ കരിഞ്ഞു പോയല്ലോ, ടേസ്റ്റ് ആവുമോയെന്ന്. പക്ഷെ അതും ആ ബീഫ് റോസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക നല്ല വഴറ്റിയെടുത്ത പോലെ ഇരിക്കും. ഇച്ചിരി കരിഞ്ഞു പോയെന്ന് ഓർത്തുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഞാൻ അത്രയും കരിക്കുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ നമുക്കൊരു റോസ്റ്റ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ ആവശ്യത്തിന് വിസിലടിച്ച് ബീഫ് റെഡി. ഇത് ആ ബീഫ് കറി ആകുമ്പോൾ ഒന്ന് ഇളക്കിയാൽ മതി. നോക്കിയാൽ എന്ത് രസമുള്ളൊരു നല്ല സൂപ്പർ ബീഫ് കറിയായി. ഇങ്ങനെ അപ്പവും ചപ്പാത്തിയും കണ്ടോ ആവശ്യത്തിനകം. ഞാൻ ആ ഒരു പൊടിക്ക് നമ്മൾ കൈ കഴുകി ആ കൈ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യില്ലേ, ആ കൈ കഴുകി വേണം ഇതിനകത്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചാൽ ഇത്രയും നല്ല ചാറ് പോലെ കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ആ എണ്ണയും ബീഫിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ വെള്ളവുമാണ്. കണ്ടോ, നമുക്ക് ചപ്പാത്തിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കറിയായി. ഇങ്ങനെ വേണേ, ഇപ്പോൾ റോസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ബീഫ് കറി വേണേ ഇങ്ങനെയും കഴിക്കാം. ഇതൊരു വേറെ ഒരു രുചിയുണ്ട്. എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ വേണേ എന്തെങ്കിലും ഒരു മസാല വല്ല ഇട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ. ഒരു റോസ്റ്റ് ആക്കി എടുക്കണ്ട, ചിലവർക്ക് അധികം മസാല ഒന്നും ഇല്ലാണ്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ബീഫ് കറി കഴിക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റ്. ഏകദേശം നമ്മുടെ ബ്രൗൺ കളറിലോട്ടായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു തക്കാളിയും കൂടെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു തക്കാളി ഇതിനോടൊപ്പം മിക്സ് ചെയ്യുന്നു. 1 മിനിറ്റ് അടച്ചു വെച്ചാലും നല്ലതാ. നമ്മുടെ അപ്പം ബീഫ് കറി ഇങ്ങോട്ട് ഇടാൻ പോവാണ്. നോക്കിയാൽ ബീഫ് കറി ഉണ്ടാൽ മതിയില്ല. ചിലർക്ക് റോസ്റ്റൊക്കെ ഇച്ചിരി കൂടുതൽ മസാലയും ഓയിലും സ്പൈസിയും ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബീഫിൻ്റെ ഇച്ചിരി വെള്ളം ഒഴിച്ചു, ആ വെള്ളം ഒഴിച്ച് അതും കൂടെ, കാരണം ആ കറിക്ക് കുറച്ചുകൂടി ഒന്നും പോവാതെ നമുക്കത് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം ഇളക്കുക.
അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഒരു മൂടി വെച്ച് ഒരു 10-5 മിനിറ്റ്, അതായത് ചാറ് തീരെ വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ചാറ് തീരെ വേണ്ടല്ലോ, കുറച്ച് പോരെ. അപ്പോൾ ഈ വെള്ളം നമ്മളൊന്ന് വറ്റിക്കാൻ വേണ്ടി, പിന്നെ ഈ ബീഫും നമ്മുടെ മസാലയും എല്ലാം കൂടെ ശരിക്കും ഒന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക, ഒന്ന് മൂടി വെക്കുക. അപ്പോൾ എന്നിട്ട് ഇനിയാണ് നമ്മുടെ ലാസ്റ്റ്. ഈ മസാലക്കൂട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതാ പക്ക റെഡി ആയി കഴിഞ്ഞു. ലാസ്റ്റ് ഇടുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് നമ്മുടെ കറീനെ അങ്ങ് കറപ്പിക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മസാലക്കൂട്ടും നമ്മൾ ഇട്ടു. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ജസ്റ്റ് ഈ മസാലയും കൂടെ ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. പെരിഞ്ജീരകം ആയിട്ടും ഇടാം, പെരിഞ്ജീരക പൊടിയായിട്ടും ഇടാം, ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകമായിട്ടോ ഇടാം. വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. അപ്പോൾ പത്തിരി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് മേടിച്ചല്ല. എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് മാഹിന്റെ അമ്മ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ മാഹിന്റെ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. മാഹിന്റെ അമ്മ കൊണ്ട് തന്ന പത്തിരി ആണിത്. അപ്പൊ നമ്മള് പത്തിരിയുടെ കൂടെ കുട്ടാപ്പി ട്രൈ ചെയ്യാൻ പോണു. നമ്മുടെ ബീഫ് റോസ്റ്റ് നമ്മൾ തുറക്കാൻ പോവാണ്. ബീഫ് റോസ്റ്റ് ആണ് ഇത്. ഇനിയും കൂടുതൽ നേരം ഇട്ട് വരട്ടി എടുത്താൽ ഒന്നും കൂടെ നമുക്ക് ഇത് ഇതാക്കാം. ചൂടോടെ തരുവാ കേട്ടോ. ഇച്ചിരി ചൂടുണ്ടാവും. നമുക്ക് ഓഫ് ചെയ്യാൻ പോവാ. കേട്ടോ. നമ്മൾ ഓഫ് ചെയ്തു. ഇനി ടേസ്റ്റിംഗ് ടൈം. പ്ലേറ്റിലോട്ട് ഇട്ടു. നല്ല ചൂടോടെ കുട്ടാപ്പിക്ക് തരുക. കുട്ടാപ്പിക്ക് വേണ്ടി, കുട്ടാപ്പി ഒന്നും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, മീശ മാധവലും മച്ചാട് വാസന്തി പാടിയ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് ഇതാണ് കുട്ടാപ്പി പറഞ്ഞില്ലേ പത്തിരി ആദ്യമായിട്ടാ കഴിക്കുന്നതെന്ന്. ഈ പത്തിരി ബീഫ് റോസ്റ്റ് കുട്ടാപ്പിക്ക് ഇച്ചിരി ചൂടാറാൻ വേണ്ടി കൊച്ചമ്മ ഒരു പാട്ട് പാടാൻ പോവാ കേട്ടോ. റെഡി? പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മാവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. വിമ്പുമുഴയ്ക്കൊരു ചേമ്പില തലയിൽ തമ്പൊടു കുടയാക്കി അവനുടെ വമ്പിനിയും നവരത്തും കാത്തിത തുമ്പിപ്പാത്തുമ്മ. തെളിപകലന്തിയിൽ അവനുടെ കാതിൽ കെസ്സുകൾ പാടാനായി പൊതുകുല കോലാഹലമായി കാത്തു കിടന്നവൾ കുഞ്ഞിപ്പാത്തുമ്മ. നെഞ്ചിൽ നിലാവിൽ മൈലാഞ്ചിപ്പു കഞ്ചിയ പാത്തുമ്മ. അവളുടെ മുഞ്ചു തലോടാൻ മഞ്ചലിലെത്തി മംഗളമണിമാരൻ. അപ്പൊ പാട്ടും പാടി ദാ പത്തിരി ചുട്ട് വിളമ്പി വിളിച്ച് സത്യം പറ. ഇത് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും വെച്ചാൽ, ഞാൻ കുക്ക് ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ റീമിക്ക് എന്തറിയാം, റീമി ചുമ്മാ അങ്ങനെ കാണിക്കുന്ന. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ബോധമുള്ളവർക്ക് ഞാൻ വെക്കുന്ന കാണുമ്പോൾ അറിയാം. ഇത് വെച്ച് അത്രയും മനസ്സിലാക്കി ഒരാൾക്ക് വെക്കുന്ന പോലെ എന്നെയല്ലേ വെച്ചേക്കുന്നത്. പിന്നെ എന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേച്ചിമാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടെങ്കിൽ തരിക. അപ്പോൾ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്ന് അറിയത്തില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് അതിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള കഴിച്ച എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇനി ഞാനും കൂടെ പത്തിരി ഒന്ന് കഴിച്ചു നോക്കട്ടെ കുട്ടാപ്പി. എന്നാടാ അത്ര ഇഷ്ടപ്പെട്ടോ? ആദ്യം കഴിച്ചിട്ട് പോണം. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയണം. ഒന്നും പറയില്ല, ഞാൻ തന്നെ എങ്ങനെയാ പറയണ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ബേബി എന്നെ എടുക്കുക.
ബേബിയുടെ വേറെ മൂഡില്ല. എനിക്ക് ഇഷ്ടായി നമ്മുടെ ബാക്കിൽ. അപ്പൊ കുട്ടാപ്പി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ, അടുത്ത പുതിയൊരു വീഡിയോ ഇടും. ഇനി ഞാൻ കുറച്ച് റെഗുലർ ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ എനിക്കുണ്ട്. കുട്ടാപ്പി ബൈ ബൈ പറ. ബൈ 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 ബൈ. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. അത് ഇനി അവൻ ഒത്തിരി സമയം എടുക്കും കുട്ടാപ്പി. നമുക്ക് ഗോൾഡിന്റെ ഒരു ഇതൊക്കെ കിട്ടേണ്ടത്. അത് കിട്ടിയാല് ഡയമണ്ട് ബട്ടൺ. അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ചാനൽ ഒന്ന് അനങ്ങട്ടെ. നമുക്ക് ഡയമണ്ട് ബട്ടൺ ഡയമണ്ട് കിട്ടൂല, ഗോൾഡ്. അപ്പൊ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.